സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി പ്രതിജന ഭിന്നമാ മർത്യരൂപങ്ങളിൽ പ്രതിഫലിച്ചിടും പ്രഭാവമേ പ്രതിജന ഭിന്നമാ മർത്യരൂപങ്ങളിൽ പ്രതിഫലിച്ചിടും പ്രഭാവമേ സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി മാമരമാക്കി മാറ്റുന്നതും മാമരത്തിൽ ചേലിൽ വിത്തു നിറപ്പതും ഒന്നിനു പത്തായി പകരം തരുന്നതും വാഗ്മയ രൂപത്തിൽ വാഴ്ത്തിടുന്നു സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി സായന്തനങ്ങളെ സ്വർണ്ണമാക്കുന്നതും സന്ധ്യയിൽ നിന്നും ഉഷസുണർത്തുന്നതും
ദൈവനാമം മുഴങ്ങിടുന്നു എൻ മനസ്സിൽ. ശരണം ദൈവനാമം മുഴങ്ങിടുന്നു എൻ മനസ്സിൽ. യേശുവേ നിന്നിലായി അലിഞ്ഞു ചേരാൻ മനം തുടിക്കുന്നു. യേശുവേ നിന്നിലായി അലിഞ്ഞു ചേരാൻ മനം തുടിക്കുന്നു. ശരണം ദൈവനാമം മുഴങ്ങിടുന്നു എൻ മനസ്സിൽ. മലമുകളിൽ പണിതുയർത്തിയ പട്ടണം പോൽ ഞാൻ സ്വാർത്ഥനായി. മലമുകളിൽ പണിതുയർത്തിയ പട്ടണം പോൽ ഞാൻ സ്വാർത്ഥനായി. നിൻ ബലിപീഠത്തിൽ എരിഞ്ഞു തീരുന്നൊരു മെഴുകുതിരിയാകാൻ കൊതിച്ചിടുന്നു. നിൻ ബലിപീഠത്തിൽ എരിഞ്ഞു തീരുന്നൊരു മെഴുകുതിരിയാകാൻ കൊതിച്ചിടുന്നു. ശരണം ദൈവനാമം മുഴങ്ങിടുന്നു എൻ മനസ്സിൽ. മേഘങ്ങൾ വാനിൽ പായുന്ന പോൽ എത്രയോ നാൾ ഞാൻ മിന്നിമാറി. മേഘങ്ങൾ വാനിൽ പായുന്ന പോൽ എത്രയോ നാൾ ഞാൻ മിന്നിമാറി. അതിരുകളില്ലാത്ത അഭിലാഷങ്ങൾ ഇന്നിതാ നിൻ പാതേ സമർപ്പിക്കുന്നു. അതിരുകളില്ലാത്ത അഭിലാഷങ്ങൾ ഇന്നിതാ നിൻ പാതേ സമർപ്പിക്കുന്നു. ശരണം ദൈവനാമം മുഴങ്ങിടുന്നു എൻ മനസ്സിൽ. ശരണം ദൈവനാമം മുഴങ്ങിടുന്നു എൻ മനസ്സിൽ. യേശുവേ നിന്നിലായി അലിഞ്ഞു ചേരാൻ മനം തുടിക്കുന്നു. യേശുവേ നിന്നിലായി അലിഞ്ഞു ചേരാൻ മനം തുടിക്കുന്നു. ശരണം ദൈവനാമം മുഴങ്ങിടുന്നു എൻ മനസ്സിൽ. ശരണം ദൈവനാമം മുഴങ്ങിടുന്നു എൻ മനസ്സിൽ.
കനിയേണമേ. ഈ നിന്ദാസരിൽ യേശുനാഥ കനിയേണമേ, നാഥ കനിയേണമേ. ഈ നിന്ദാസരിൽ യേശുനാഥ കനിയേണമേ, നാഥ കനിയേണമേ. ശക്തികൾ മാടി വിളിക്കുന്നു, ലോകസുഖങ്ങളും ഞങ്ങളെ എപ്പോഴും. ഭൂലോക ശക്തികൾ മാടി വിളിക്കുന്നു, ലോകസുഖങ്ങളും ഞങ്ങളെ എപ്പോഴും. ദുഷ്ടാത്മശക്തികളിൽ അകപ്പെടാതെ ദേവാ നൽകൂ നിൻ വരങ്ങൾ. ദുഷ്ടാത്മശക്തികളിൽ അകപ്പെടാതെ ദേവാ നൽകൂ നിൻ വരങ്ങൾ. നാഥാ കനിയേണമേ. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സഹോദരീ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഒരു മനുഷ്യൻ്റെ പുരുഷായുസ്സിൽ മനുഷ്യന് നിർവഹിപ്പാൻ കഴിയുന്ന ഒരു വലിയ അനുഭവമാകുന്നു ഒരു ഭവനം നിർമ്മിക്കുക എന്നുള്ളത്. ഇത് വളരെ ഒരു പുരുഷൻ്റെ ആയുസ്സിലെ രണ്ട് കാര്യങ്ങൾ വളരെ അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. ഒന്ന്, ഒരു വിവാഹം. അത് ഭംഗിയായ ഒരു നല്ലൊരു വിവാഹം നടക്കണമെങ്കിൽ ഒരു പുരുഷൻ്റെ ഭാഗ്യം തന്നെയാണ്. ഒരു ഭവനം നിർമ്മിക്കുക അതൊരു വലിയ ഭാഗ്യമാണ്, ദൈവം തരുന്ന ഒരു വലിയ ദാനമാണ്. തമ്പുരാൻ തരുന്നതായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെയും ഒരു ഭവനത്തിലൂടെ നമ്മൾ നിർവഹിക്കപ്പെടുകയാണ്. തന്നിട്ടുള്ളതായ ആ ദൈവാനുഗ്രഹമാണ് ഭവനം എന്നുള്ളത് ഈ സമയത്ത് ഓർപ്പിക്കുക. അങ്ങനെ ദൈവം തന്ന ഒരു ഭവനം, ഇതിലൊരു ആരാധന നടത്തി ഇതിലൊരു ശുദ്ധി കൂദാശയുടെ ആവശ്യകത എന്ത് എന്നുള്ളത് നമ്മൾ ഒരു പക്ഷേ പരിശോധിക്കാം. അപ്പോൾ കൂദാശയുടെ ആവശ്യകത എന്നുള്ളതിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. തമ്പുരാൻ ഈ ഒന്നാമത്തെ ഘടകമാണ് പറയുന്നത്. തമ്പുരാൻ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചിട്ട് രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അതിനെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ഒരു ദിവസം വേർതിരിച്ചു എന്നുള്ളതാണ്. ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ഒരു ദിവസം വേർതിരിച്ചു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഈ മനുഷ്യൻ പാപം ചെയ്തിട്ട് ഈ ലോകത്തെ മുഴുവൻ ദൈവം ശപിക്കുന്നു, ശാപം നിറഞ്ഞ അനുഭവത്തിലാണ്. അപ്പോൾ എന്ത് ചെയ്തറിയാം, അതിൻ്റെ ശാപത്തെ നീക്കാൻ തക്കവണ്ണം തമ്പുരാൻ പുരുഷന്മേൽ അവിടെ തൂക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് ഈ ശാപം നിറഞ്ഞതായ മണ്ണ്, കല്ല്, വസ്തുക്കളായ ഈ വായു ഇവയെല്ലാം ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. ഈ ശോഭ കൊണ്ട് വൈദികർ സഭയിലൂടെ നിന്നുകൊണ്ട് ഇതിനെ നിർമ്മലമായിട്ടുള്ള ജലം തളിക്കുമ്പോൾ ഇത് ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തമ്പുരാൻ ഇത് കാണിച്ചു തന്നിരിക്കുകയാണ്. ഒരു കാര്യം നാം നിർവഹിക്കുമ്പോൾ അതിനെ ശുദ്ധീകരിക്കേണ്ടത് മനുഷ്യന്റെ കടമയാകുന്നു. അത് യേശുതമ്പുരാന്റേതായ മണവാട്ടിയായ സഭയിലൂടെ അത് നിർവഹിക്കപ്പെടുകയാകുന്നു. യേശുതമ്പുരാന്റെ ശരീരമാകുന്ന സഭയിലൂടെ അത് നിർവഹിക്കപ്പെടുകയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് ആര് തുടങ്ങി വെച്ചതാ? തമ്പുരാൻ തുടങ്ങി വെച്ചതാ, ദൈവം തമ്പുരാൻ തുടങ്ങി വെച്ചതാ. അത് ഇന്ന് നാം നിർവഹിക്കപ്പെടുന്നു എന്നുള്ളതാകുന്നു. ഇത് നിർവഹിക്കപ്പെടുമ്പോൾ ഇവിടെ ദീപം കത്തിക്കുകയാണ്, പ്രാർത്ഥനയാകുന്ന ദീപം. കാലത്ത് വൈകിട്ട് ഇവിടെ പ്രാർത്ഥനയുണ്ടാകണം. ദൈവസന്നിധിയിൽ കത്തി ജ്വലിക്കുന്ന ഒരു ഭവനമാക്കി തീർക്കണം. മലമേൽ ശോഭിക്കുന്ന വിളക്ക് പോലെ ഇതിനെ അവിടെ നിന്ന് പ്രകാശിപ്പിക്കണം. ഇതാണ് ഈ ശുദ്ധീകരണത്തിന്റെ ആവശ്യകത എന്നുള്ളതാണ്. ഈ ശുദ്ധീകരണത്തിന് കടവന്ന ബഹുമാനപ്പെട്ട മാർക്കോസ് അച്ഛൻ, ബഹുമാനപ്പെട്ട റെജി ലൂക്കോസ് അച്ഛൻ കടന്ന് എല്ലാവരെയും ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷയ്ക്കായിട്ട് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരുങ്ങാം. ശുശ്രൂഷയുടെ ആദ്യ ഭാഗം എന്ന നിലയിൽ അതിനകത്ത് ഉൾപ്പെടുത്തിയില്ല എങ്കിൽ തന്നെയും വിളക്ക് കത്തിക്കൽ എന്നുള്ള ചടങ്ങ് ഈ പ്രാദേശികമായിട്ട് ഉള്ള ഒരു ചടങ്ങാണ്. അതുകൊണ്ട് ആദ്യം വിളക്ക് കത്തിക്കേണ്ടത് ഇവിടുത്തെ മാതാ, അതിനുശേഷം മൂത്ത സഹോദരങ്ങൾ ഇങ്ങനെ മാറി 5 തിരികളുണ്ട്. അപ്പോൾ ആ മാറി കത്തിക്കാൻ തക്കണം. ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഒരുങ്ങുക.
എന്നെ തന്നെ